നമസ്കാരം, നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് മുതൽ മുടക്കൊന്നുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന സംരംഭങ്ങളെക്കുറിച്ചും ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ഭക്ഷണശീലങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും പലതരത്തിലുള്ള അസുഖങ്ങളും കണ്ടുപിടിക്കപ്പെടുന്ന സമയമാണ്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നത്തെ ആളുകൾ കൂടുതലും പഴയ കാലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഹാര രീതികളിലേക്ക് മാറുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ആരോഗ്യകാര്യത്തിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തി വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും അല്ലെങ്കിലും അതിനൊരു തുടക്കം കുറിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കൂടുതൽ ആളുകളും വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ അത്യാവശ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ടെറസ് ഉള്ളവർ ടെറസ് ഫാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ബിസിനസ് ഐഡിയയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉപകാരപ്രദമായതും എന്നാൽ അധികം ആരും ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. മൈക്രോ ഗ്രീൻസ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന സംരംഭകർ തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെ ഇത് ബിസിനസ് ലെവലിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്ന ആളുകൾ ഇന്നുണ്ട്. ഏകദേശം നമ്മൾ കൂൺ കൃഷിയൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമുക്ക് ഈ കൃഷിയും ചെയ്യാൻ പറ്റുന്നത്. ഇതിനായിട്ടൊരു പ്രത്യേക ഒരു മുറി അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ, ഒരു ഷെഡ്, അങ്ങനെ വീടിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം ഒരു മുറി സജ്ജമാക്കാൻ പറ്റിയാൽ ഈ ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഈ ബിസിനസ്സിലും നമ്മൾ ഒരുപാട് ലക്ഷങ്ങളൊക്കെ മുടക്കി ലോണൊക്കെ എടുത്ത് അങ്ങനെയൊന്നും തുടങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വളരെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. മൈക്രോ ഗ്രീൻസ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആളുകളുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചെറുപയർ മുളപ്പിച്ചെടുക്കുന്നത് പോലെ അങ്ങനെയാണ്. പക്ഷെ ചെറുപയർ മുളപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു മൈക്രോ ഗ്രീൻ ഗണത്തിൽ പെടില്ല എന്നുള്ളതാണ് അറിവ്. നമുക്ക് ഏതൊരു വെജിറ്റബിൾസിൻ്റെയും സീഡ്സ് ഈ മൈക്രോ ഗ്രീനിലായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ തന്നെ നമുക്കിപ്പോൾ ബീട്രൂട്ട്, കുക്കുംബർ, ഉലുവ, കടുക്, ഇതൊക്കെ നമുക്ക് മൈക്രോ ഗ്രീൻസ് ആയിട്ട് വളർത്തിയെടുക്കാം. ഏറ്റവും വില കൂടിയ മൈക്രോ ഗ്രീൻ ബീട്രൂട്ട് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4000 മുതൽ 6000 രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ടത്രേ. മൈക്രോ ഗ്രീൻസിനെ നമുക്കൊരു റിച്ച് ഫുഡ് എന്നുള്ള ഗണത്തിലേക്ക് പെടുത്താം. കാരണം കൂടുതലും ഫിലിം സ്റ്റാർസും ബോഡി ബിൽഡേഴ്സും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണിത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബീട്രൂട്ടിൻ്റെ മൈക്രോ ഗ്രീനിന് 4000 രൂപ മുതൽ 6000 രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ടെന്ന്. നമ്മൾ കിലോ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ. ഈ 1 കിലോ എന്ന് ആർക്കും വാങ്ങിക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ചേ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. 4 ഗ്രാം മുതൽ 10 ഗ്രാം വരെ ഒരു മനുഷ്യന് ഇത് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ ഒരു സമയത്ത്. അതാണ് ഇതിൻ്റെ ഒരു അളവ് പറയുന്നത്. കാരണം അത്രമാത്രം പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ നിറഞ്ഞ് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഗുണകരമായ ഘടകങ്ങളും ഇതിന് ഇത്രയും ചെറിയ അളവിൽ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. മൈക്രോ ഗ്രീൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കുറച്ച് യൂട്യൂബ് വീഡിയോസും ഒക്കെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നും ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ മൈക്രോ ഗ്രീൻസ് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. അടുത്ത 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ മൈക്രോ ഗ്രീൻ ബിസിനസ് എന്നുള്ളത് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ തന്നെ മൈക്രോ ഗ്രീൻ ബിസിനസ് മാത്രം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം നേടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ മുതൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ വരെ മൈക്രോ ഗ്രീൻ ബിസിനസ് മാത്രം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നുണ്ട്. ഇതിന്റെ വിപണന സാധ്യത കൂടുതലും സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് വിപണനം ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആവശ്യമുണ്ട്. സാധാരണ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലവും മണ്ണും വളവും അങ്ങനെ മണ്ണ് കിളയ്ക്കലും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത്രമാത്രമുള്ള ഒരു സമയമോ അധ്വാനമോ ഈ ഒരു ബിസിനസ്സിന് ആവശ്യം വരുന്നില്ല. എങ്കിലും പ്രത്യേക രീതിയിലുള്ള ഡെഡിക്കേഷനും പരിചരണവും ഇതിനാവശ്യമായി വരുന്നുണ്ട്. ഏതൊരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നാളത്തേക്ക് അത് എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു നാളെയുടേതായിട്ടുള്ളൊരു ബിസിനസ്സും കൂടിയാണ് മൈക്രോ ഗ്രീൻ എന്നുള്ളത്. കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരട്ടെ എന്നുള്ളതാണ്
ആഗ്രഹിക്കുന്നത്. കാരണം പലരും നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കും ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് തുടങ്ങണമെന്ന് അറിയില്ല, എവിടെ തുടങ്ങണം എന്നറിയില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു നുറുങ്ങ് നമ്മൾ ഇട്ട് തരികയാണ്. ഈ ഒരു ബിസിനസ്സിലേക്കും കൂടുതൽ ആൾക്കാർ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ബിസിനസ്സിനെ കുറിച്ചും നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ എല്ലാ സാധ്യതകളും വശങ്ങളും മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ അറിവുകൾ സമാഹരിച്ചതിന് ശേഷം തുടങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച്.